ചേലക്കരയിലെ വോട്ടർമാർ ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക് സുരക്ഷയ്ക്കായി 600ഓളം പോലീസുകാരെ വിന്യസിച്ചു. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ചെറുതുരുത്തിയിൽ കുളപ്പള്ളി സ്വദേശി CC ജയന്റെ കാറിൽ നിന്ന് 19 ലക്ഷത്തിലധികം രൂപ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ജയന്റെ ഷൊർണൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ലക്ഷം രൂപ കണ്ടെടുത്തു. പിടിച്ചെടുത്ത കള്ളപ്പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് അനിലക്കര. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തി PV അൻവർ MLA. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന് ആരോപണം. അൻവറിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. കുന്നംകുളത്ത് ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ സ്വർണം കവർന്നു. ഇതര സംസ്ഥാനക്കാരായ 2 പേർ സ്വർണം കവരുന്നതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ചാലിശ്ശേരി കവുക്കോട് ബസ് മതിലിലിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. അരിമ്പൂരിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ ഡമ്മി നോട്ട് കൊടുത്ത് ടിക്കറ്റും പണവും കവർന്നു. നാലാങ്കല്ല് സ്വദേശിനി കാർത്തിയാനിയാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. കല്ലൂരിൽ അലങ്കാര പൈനാപ്പിൾ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. യുവ കർഷകന് 10 ലക്ഷം രൂപയുടെ നഷ്ടം. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചേലക്കര മണ്ഡലത്തിലെ വോട്ടർമാർ ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പിനായി 180 പോളിംഗ് ബൂത്തുകളും സജ്ജമായി. ഒരു മാസത്തോളം നീണ്ട വീറും വാശിയും നിറഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു ശേഷം ചേലക്കര മണ്ഡലം നാളെ വോട്ടെടുപ്പിന് വേദിയാകുകയാണ്. പ്രാദേശിക പ്രശ്നങ്ങൾ മുതൽ വിവാദങ്ങളും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുമെല്ലാം ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ ചേലക്കരയുടെ മനസ്സ് ആർക്കൊപ്പമെന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ കേരളം. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. വോട്ടെടുപ്പിനായി മണ്ഡലത്തിൽ 180 പോളിംഗ് ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. 14 പ്രശ്നബാധിത ബൂത്തുകളും 5 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 3 ഓക്സിലറി ബൂത്തുകളും ഇതിൽ ഉൾപ്പെടും. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനവും നിരീക്ഷിക്കാൻ കമാൻഡ് കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേലക്കരയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 600-ലധികം പോലീസ് ഉദ്യോഗസ്ഥരും 1 കമ്പനി കേന്ദ്രസേനയും ഡ്യൂട്ടിക്കുണ്ടാകും. 864 പോളിംഗ് ഉദ്യോഗസ്ഥരെയും പെരുമാറ്റച്ചട്ടം നിരീക്ഷിക്കാൻ വിവിധ സ്ക്വാഡുകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ കനത്ത സുരക്ഷയിലാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നത്. 6 സ്ഥാനാർത്ഥികളാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തുള്ളത്. ചേലക്കര നാളെ വിധി എഴുതും. വോട്ടെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. പരമാവധി ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്നതിനും കൂടുതൽ ആളുകളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കുന്നതിനുമുള്ള അവസാനഘട്ട പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും അണികളും. ചേലക്കരയിൽ നിന്ന് ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് ബൂത്തുണ്ട് ചേലക്കരയിൽ. പ്രിസൈഡിംഗ് ഓഫീസറടക്കം എല്ലാ ഉദ്യോഗസ്ഥരും വനിതകളായ മണ്ഡലത്തിലെ ഏക പോളിംഗ് സ്റ്റേഷനാണിത്. ഇത് സ്ത്രീകൾക്ക് മാത്രം ചുമതലയുള്ള ചേലക്കരയിലെ ഏക പോളിംഗ് ബൂത്ത്. പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം 4 പോളിംഗ് ഉദ്യോഗസ്ഥരും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും വനിതകൾ. പ്രിസൈഡിംഗ് ഓഫീസർ K. ദീജയുടെ നേതൃത്വത്തിലാണ് ഈ പോളിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനം. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന ബൂത്താണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. ഞങ്ങളെല്ലാവരും വനിതകളാണ്. 2 പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അവരും വനിതകളാണ്. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ക്ലാസ്സിന് പോയപ്പോഴാണ് എല്ലാവരും പുരുഷന്മാരായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് പേരെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞു വനിതാ ബൂത്താണ്, ചേലക്കര മണ്ഡലത്തിലെ ഒരു വനിതാ ബൂത്ത് ഉണ്ടായിരിക്കും, അതിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ചേലക്കര ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിലെ 69-ാം നമ്പർ ബൂത്താണ് സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്നത്. രാവിലെ നേരത്തെ തന്നെ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി ഈ വനിതാ ഉദ്യോഗസ്ഥ സംഘം ഡ്യൂട്ടി തുടങ്ങി. വളയിട്ട കൈകളിൽ ഈ പോളിംഗ് ബൂത്ത് ഭദ്രമാണ്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന ചേലക്കരയിലെ ഏക പോളിംഗ് ബൂത്ത് എന്ന പ്രത്യേകതയും അതിലുപരി കൗതുകവുമുണ്ട് ഈ പോളിംഗ് ബൂത്തിന്. ക്യാമറമാൻ പ്രവീണിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. മുഴുവൻ പോളിംഗ് ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് നിരീക്ഷിക്കാൻ കമാൻഡ് കൺട്രോൾ റൂം. ചേലക്കരയിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓരോ വോട്ടറും വോട്ട് ചെയ്യാനെത്തുന്നതും പുറത്തിറങ്ങുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വെബ്കാസ്റ്റിംഗ് സംവിധാനത്തിലൂടെ തത്സമയം നിരീക്ഷിക്കാനാകും. ചെറുതുരുത്തി PWD റെസ്റ്റ് ഹൌസിൽ ഒരുക്കിയ കമാൻഡ് കൺട്രോൾ റൂമിലാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ഷൻ വോട്ടിംഗ് യന്ത്ര സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്തുകളിലെത്തി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നടന്നത്.
ഇലക്ഷൻ റിട്ടേണിംഗ് ഓഫീസർ MA ആശ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TP കിഷോർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സാമഗ്രികൾ വിതരണം ചെയ്തത്. കലക്ടർ അർജുൻ പാണ്ഡ്യൻ നടപടിക്രമങ്ങൾ വിലയിരുത്തി. ചേലക്കര നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളിലുള്ള 180 ബൂത്തുകളിലേക്കാണ് വോട്ടിംഗ് യന്ത്ര സാമഗ്രികൾ വിതരണം ചെയ്തത്. ഒരു ബൂത്തിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസറും പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ 5 പേരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ചെറുതുരുത്തി സ്കൂളിൽ എത്തിച്ചതിന് ശേഷം സീൽ ചെയ്ത് പൂട്ടിവെക്കും. 23-ന് വോട്ടെണ്ണൽ ഇവിടെ നടക്കും. ചെറുതുരുത്തിയിൽ പോലീസ് പരിശോധനയ്ക്കിടെ 19,20,000 രൂപ പിടികൂടി. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് പണം പിടികൂടിയത്. കേരള കലാമണ്ഡലത്തിന് മുന്നിൽ വെച്ച് 2 പേർ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്നുമാണ് പണം പിടിച്ചെടുത്തത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇലക്ഷൻ കമ്മീഷനെ വിവരമറിയിക്കുകയും കമ്മീഷനെത്തി ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ഇവർക്ക് പണം കൈമാറുകയും ചെയ്തു. വിശദമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നും പണത്തിന്റെ കൃത്യമായ ഉറവിടം തെളിയിക്കാനായാൽ പണം തിരികെ നൽകുമെന്നും മറ്റ് നിയമ നടപടികൾക്ക് വിധേയമാകേണ്ട സാഹചര്യം ഇല്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബാങ്കിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിൻവലിച്ച 25 ലക്ഷത്തിന്റെ ബാക്കി തുകയാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് വാഹനമുടമയായ ഷൊർണൂർ കുളപ്പുള്ളി സ്വദേശി മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പണം പിടിച്ചെടുത്ത കുളപ്പുള്ളി സ്വദേശി CC ജയന്റെ വീട്ടിൽ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപ കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത്. ചെറുതുരുത്തിയിൽ പിടിച്ചെടുത്ത കള്ളപ്പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് അനിലക്കര. പണത്തിന്റെ ഉടമയ്ക്ക് കരുവന്നൂർ കേസിലെ പ്രതികളായ കോലഴി സതീഷും അരവിന്ദാക്ഷനുമായി CPM നേതാവ് EP ജയരാജനുമായും അടുത്ത ബന്ധമുണ്ടെന്നും അനിലക്കര ആരോപിച്ചു. ഷൊർണൂരിലെ CPM നേതാവ് MR മുരളിയാണ് പണം കൈകാര്യം ചെയ്യുന്നതെന്നും പെൻഷൻ വിതരണത്തിന്റെ മറവിൽ സഹകരണ സംഘം ജീവനക്കാരാണ് കോളനികളിൽ പണം വിതരണം ചെയ്യുന്നതെന്നും അനിലക്കര പറഞ്ഞു. കടത്തിയ തുക CPM ഫണ്ടാണെന്നും 5 കോടി രൂപയാണ് വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്നും അനിലക്കര ആരോപിച്ചു. LDF അല്ലെങ്കിൽ CPM ഏതാണ്ട് 500ഓളം കോളനികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പണം നൽകിയ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ആരോപണമാണ്. ആ ആരോപണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അല്ലെങ്കിൽ തുണ്ടിയാണ് ഇന്ന് ചെറുതുരുത്തിയിൽ വെച്ച് പിടിക്കപ്പെടുന്നത്. നമ്മൾ ആദ്യം പല ആൾക്കും പല സംശയങ്ങളുണ്ടായിരുന്നു ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ച്. പക്ഷെ വളരെ കൃത്യമാണ്. ഈ പറയുന്ന ജയൻ എന്ന് പറയുന്ന കുളപ്പുള്ളി സ്വദേശിയായ ജയൻ ഇപ്പോൾ കരുവന്നൂർ കേസിൽ പ്രതികളായിട്ടുള്ള ജയിലിൽ കിടക്കുന്ന കോലഴി സതീശിൻ്റെയും വടക്കാഞ്ചേരി കൗൺസിലറായ അരവിന്ദാസിൻ്റെയും ഏറ്റവും അടുത്ത ചങ്ങാതിയാണ്. പരാജയ ഭീതി മൂലം ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPM ശ്രമിക്കുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അനീഷ് കുമാർ ആരോപിച്ചു. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാനല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസം കള്ളപ്പണം കൊണ്ടുവന്നത് എന്തിനാണെന്ന് CPM വ്യക്തമാക്കണം. പിടിച്ചെടുത്ത പണത്തിനു പുറമെ വൻതോതിൽ പണം CPM ചേലക്കരയിൽ ഇറക്കിയിട്ടുണ്ട്. പണം കൊണ്ടുവന്ന ജയൻ എന്ന വ്യവസായി CPMകാരനും CPM നേതാവ് MR മുരളിയുടെ സ്വന്തം ആളുമാണെന്ന് അനീഷ് കുമാർ ആരോപിച്ചു. ഇരുവരെയും ചോദ്യം ചെയ്താൽ കൂടുതൽ കള്ളപ്പണത്തിന്റെ കണക്ക് പുറത്തുവരുമെന്നും അനീഷ് കുമാർ പറഞ്ഞു. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തി PV അൻവർ MLA. വാർത്താസമ്മേളനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും നടത്താൻ അനുവദിക്കില്ലെന്നുമുള്ള പോലീസ് മുന്നറിയിപ്പ് തള്ളിയാണ് PV അൻവർ ചേലക്കരയിൽ വാർത്താസമ്മേളനം നടത്തിയത്. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്നും തന്നെ കൂട്ടമായി ആക്രമിക്കുന്നുവെന്നും PV അൻവർ പറഞ്ഞു. 3 മുന്നണികളും കൂടി 34 കോടിയിലധികം രൂപയാണ് ചേലക്കരയിൽ തെരഞ്ഞെടുപ്പിന് ചെലവഴിച്ചതെന്നും ഇത് ചട്ടലംഘനമാണെന്നും PV അൻവർ MLA ആരോപിച്ചു. വാർത്താസമ്മേളനത്തിനിടെ നാടകീയ രംഗങ്ങളും അരങ്ങേറി. അനുമതിയില്ലാതെ വാർത്താസമ്മേളനം നടത്തരുതെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ എത്തുകയായിരുന്നു. എന്നാൽ അൻവർ എതിർത്തതോടെ ഇവർ മടങ്ങി. അതേസമയം അൻവറിനെതിരെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. കുന്നംകുളം കേച്ചേരിയിൽ ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ സ്വർണം കവർന്നു. കേച്ചേരി വടക്കാഞ്ചേരി റോഡിലെ പേൾ ജ്വല്ലറിയിൽ നിന്നാണ് സ്വർണം കവർന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:30യോടെ 2 ഇതര സംസ്ഥാനക്കാർ ജ്വല്ലറിയിലേക്ക് കുട്ടികളുടെ മോതിരം ആവശ്യപ്പെട്ട് വന്നിരുന്നു.
സ്ഥാപനത്തിലെ ജീവനക്കാരൻ മോതിരങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനിടെ ജീവനക്കാരൻ അറിയാതെ സമീപത്ത് വച്ചിരുന്ന ഏലസുകളും കമ്മലുകളും അടങ്ങിയ പെട്ടി കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഷർട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുന്നതിന്റെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. രാത്രി കടയടയ്ക്കുന്നതിന് മുന്നോടിയായി സ്റ്റോക്ക് എടുക്കുന്നതിനിടയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസ്സും കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. ഒരാൾ മരിച്ചു. കാർ യാത്രികനായ മലപ്പുറം സ്വദേശി 23 വയസ്സുള്ള ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ഗുരുവായൂരിലേക്ക് പോയിരുന്ന ബസ്സും എതിരെ വന്ന കാറും കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. കാർ ഓടിച്ചിരുന്നത് ശരൺ കൃഷ്ണയായിരുന്നു. കൂടെയുണ്ടായിരുന്ന ബന്ധു സോണിയ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ചാലിശ്ശേരി കവുക്കോട് ബസ് മതിലിലിടിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ചാലിശ്ശേരിയിൽ നിന്ന് എടപ്പാളിലേക്ക് പോകുന്ന തമീം ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ യാത്രക്കാരെ പെരുമ്പിലാവ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. റോഡിന് കുറുകെ ചാടിയ നായയെ രക്ഷിക്കാൻ ഡ്രൈവർ ബസ് വെട്ടിച്ചതാണ് അപകട കാരണമെന്ന് യാത്രക്കാർ പറഞ്ഞു. അരിമ്പൂരിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ ഡമ്മി നോട്ട് കൊടുത്ത് ടിക്കറ്റും പണവും കവർന്നു. അരിമ്പൂർ നാലാംകല്ല് കോവിൽ റോഡിന് മുൻപിൽ കച്ചവടം ചെയ്യുന്ന 60-കാരിയായ കാർത്തികേയനെയാണ് തട്ടിപ്പിനിരയായത്. 500 രൂപയുടെ ഡമ്മി നോട്ട് കൊടുത്തായിരുന്നു തട്ടിപ്പ്. മക്കളില്ലാത്ത ഇവർ സഹോദരന്റെ വീട്ടിലാണ് താമസം. ബൈക്കിലെത്തിയ യുവാവാണ് 500 രൂപയുടെ ഡമ്മി നോട്ട് നൽകിയത്. ചിൽഡ്രൻസ് നോട്ട് എന്നെഴുതിയ നോട്ട് തിരിച്ചറിയാൻ കാർത്തികേയനിക്കായില്ല. 40 രൂപയുടെ 2 ലോട്ടറി ടിക്കറ്റ് യുവാവെടുത്തു. പണമായി നൽകിയ ഡമ്മി നോട്ട് മാറി ബാക്കി 420 രൂപ യുവാവിന് നൽകി. പിന്നീട് വിൽപ്പനയ്ക്കുള്ള ലോട്ടറി എടുക്കാനായി പോയപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി കാർത്തികേയനിക്ക് മനസ്സിലായത്. ലോട്ടറി കച്ചവടക്കാരെ കബളിപ്പിച്ച് പണം തട്ടുന്ന സംഭവങ്ങൾ സമീപ നാളുകളിൽ ഏറിവരികയാണ്. അരിമ്പൂരിൽ ഭാഗ്യക്കുറി വിറ്റ് ഉപജീവനം നടത്തുന്ന 60-കാരിയിൽ നിന്നും ഡമ്മി നോട്ട് നൽകി ലോട്ടറി ടിക്കറ്റുകളും പണവും കവർന്ന സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി 10 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. അന്തിക്കാട് പോലീസ് SHOയ്ക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യമാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. കല്ലൂരിൽ 3 ഏക്കർ അലങ്കാര പൈനാപ്പിൾ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. യുവ കർഷകന് 10 ലക്ഷം രൂപയുടെ നഷ്ടം. തൃക്കൂർ പഞ്ചായത്തിലെ കല്ലൂർ പുല്ലുത്തിയിലാണ് കാട്ടുപന്നികൾ 3 ഏക്കർ അലങ്കാര പൈനാപ്പിൾ കൃഷി നശിപ്പിച്ചത്. യുവ കർഷകനായ മുപ്ലിയം മുത്തുമല സ്വദേശി ചുള്ളിപ്പറമ്പൻ അനീഷ് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത ഓർണമെന്റൽ പൈനാപ്പിൾ എന്ന അപൂർവ ഇനം പൈനാപ്പിൾ കൃഷിയുടെ 12,000 തൈകളാണ് നശിച്ചത്. തൈ ഒന്നിന് 300 രൂപ വില വരുന്ന പൈനാപ്പിളിന് രാജ്യത്തിനകത്തും പുറത്തും വലിയ മാർക്കറ്റുണ്ട്. ഡൽഹി, അഹമ്മദാബാദ്, ബോംബെ, ബഹ്റിൻ എന്നിവിടങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിനായി ചെയ്ത പൈനാപ്പിൾ കൃഷി 4 മാസം പ്രായമായതായിരുന്നു. അങ്കമാലി സ്വദേശിയുടെ 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് അനീഷ് പൈനാപ്പിൾ കൃഷി ചെയ്തത്. 3 ഏക്കറിലെ കൃഷിയുടെ 90% കാട്ടുപന്നികൾ കുത്തിമറിച്ച നിലയിലാണ്. 10 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി അനീഷ് പറയുന്നു. ഇത് റയറാണ്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ 2 വ്യക്തികളിലാണ് ഇത്ര നമ്മളിൽ ഈ കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി ചെയ്ത ഒരു കൃഷിയാണ്. പഞ്ചായത്തിനെയും കൃഷി വകുപ്പിൽ അറിയിച്ചിട്ടുണ്ട്, ഫോറസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് വളരെ ഒരു വലിയൊരു എമൗണ്ടാണ് നമുക്ക് നഷ്ടം വന്നിരിക്കുന്നത്. ചുരുങ്ങിയത് ഒരു 10 ലക്ഷം രൂപ വരെ താഴെ നമുക്ക് ഇതിൽ നഷ്ടമായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് നമുക്ക് നിലവിൽ എവിടെയും കിട്ടാനില്ല. വെള്ളത്തിന് ദൗർലഭ്യമുള്ള പ്രദേശത്ത് ഏറെ പ്രതിബന്ധങ്ങൾ നേരിട്ടാണ് പൈനാപ്പിൾ കൃഷി ചെയ്തിരുന്നത്. മുള്ളില്ലാത്ത ഇളം പൈനാപ്പിൾ തണ്ടിന്റെ മധുരമാണ് കാട്ടുപന്നികളെ ആകർഷിക്കുന്നത്. കേരളത്തിൽ അപൂർവമായി മാത്രം കൃഷി ചെയ്യുന്ന സാധാരണ പൈനാപ്പിളിനേക്കാൾ വലിപ്പം കുറവും ഇരുണ്ടതുമായ ഓർണമെന്റൽ പൈനാപ്പിൾ ഭക്ഷ്യയോഗ്യമല്ല. ഇരുണ്ട പിങ്ക് നിറമുള്ള ഓർണമെന്റൽ പൈനാപ്പിൾ വേദികൾ അലങ്കരിക്കുന്നതിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒരു തൈയിൽ നിന്ന് 5 തവണ വിളവെടുക്കാൻ കഴിയുന്നതാണ് ഓർണമെന്റൽ പൈനാപ്പിളിന്റെ തൈകൾ. പുഷ്പാലങ്കാരം കരാറെടുത്ത് നടത്തിവരുന്ന അനീഷ് തനിക്കുണ്ടായ വൻ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് കൃഷിവകുപ്പിലും കാട്ടുപന്നി ആക്രമണത്തെപ്പറ്റി വനം വകുപ്പിലും പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സാധാരണ പൈനാപ്പിൾ കൃഷി എന്ന നിലയിലാണ് അധികൃതർ ഓർണമെന്റൽ പൈനാപ്പിൾ കൃഷിയെയും കണക്കാക്കുന്നുള്ളൂ എന്നാണ് അനീഷ് പറയുന്നത്. TCV പുതുക്കാട്.
വഖഫ് ഭൂമി വിഷയം ചാവക്കാട് താലൂക്കിലെ ഗുരുവായൂർ, മണത്തല, ഒരുമനയൂർ വില്ലേജുകളിൽ ഉൾപ്പെട്ട വിവിധ സർവേ നമ്പറുകളിലുള്ള 5 ഏക്കറിന് മുകളിൽ വരുന്ന ഭൂമി തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഭൂമി കൈവശം വെച്ചിരിക്കുന്ന 33 പേർക്ക് 1 വർഷം മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു. വഖഫ് നിയമപ്രകാരം നിയമം സെക്ഷൻ 52 പ്രകാരം ഈ ഭൂമി തിരിച്ചുപിടിക്കാൻ 2023 ജൂൺ 12-ന് വഖഫ് ബോർഡ് യോഗം തീരുമാനിച്ച് ഉത്തരവായിട്ടുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു. 2022-ലാണ് വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫിന്റേതാണെന്ന് അവകാശപ്പെട്ട് ഭൂവുടമകൾക്ക് ആദ്യം നോട്ടീസ് നൽകിയത്. 1888-ൽ മാളിയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഖഫിന് നൽകിയതാണ് ഈ ഭൂമിയെന്നാണ് വഖഫ് അധികൃതർ അവകാശപ്പെടുന്നത്. 6 മാസം മുമ്പാണ് ഏറ്റവും ഒടുവിലത്തെ നോട്ടീസ് ലഭിച്ചത്. 3 മാസത്തിനുള്ളിൽ ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടി തുടങ്ങുമെന്ന് ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ 50 കൊല്ലത്തിലേറെയായി ജീവിക്കുന്ന മണ്ണ് വിട്ടുകൊടുക്കില്ലെന്ന് നോട്ടീസ് കിട്ടിയ ഭൂവുടമകൾ വ്യക്തമാക്കി. നോട്ടീസ് ലഭിച്ച കോട്ടമൽ ബാലകൃഷ്ണൻ, നീലങ്കാവിൽ ഫ്രാൻസിസ്, മരക്കാർ ഇബ്രാഹിം, ചെട്ടികുളം രാമു, മൂത്തേടത്ത് ബാഹുലയൻ തുടങ്ങിയവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, പഞ്ചായത്ത് അംഗം KJ ചാക്കോ എന്നിവർ നോട്ടീസ് ലഭിച്ചവരുടെ വീടുകൾ സന്ദർശിച്ചു. വികസന പ്രവർത്തനങ്ങളിൽ തുടർച്ചയായി ഗുരുതര വീഴ്ചകൾ വരുത്തുന്ന പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ കൌൺസിലർ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ഭരണപക്ഷ കൌൺസിലർ വത്സൻ ചമ്പക്കരയാണ് നഗരസഭാ കാര്യാലയത്തിന്റെ വരാന്തയിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുന്നത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബാനയ്ക്കെതിരെയാണ് കൌൺസിലർ സമരം നടത്തുന്നത്. ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം കഴിഞ്ഞ സാമ്പത്തിക വർഷം 2.5 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനായില്ലെന്ന് വത്സൻ ചമ്പക്കര പറഞ്ഞു. പണം അടയ്ക്കാത്തതിനാൽ മാള പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ജലസേചന വകുപ്പ് അധികൃതർ നിർത്തിവച്ചു. സെപ്റ്റംബർ മാസത്തെ കുടിവെള്ള നിരക്കായ 14,40,156 രൂപയുടെ പകുതി തുക അടയ്ക്കാത്തതിനെ തുടർന്നാണ് ജല അതോറിറ്റിയുടെ നടപടി. നവംബർ 1-ന് കുടിവെള്ള വിതരണം നിർത്തിവെച്ചത് ജല അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഇടപെട്ടാണ് പുനഃസ്ഥാപിച്ചത്. തുടർന്ന് ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പണം അടയ്ക്കാമെന്ന് മാള പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പ് പാലിക്കാതിരുന്നതിനാലാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കുടിവെള്ള വിതരണം നിർത്തിയത്. കുടിവെള്ള വിതരണം നിർത്തുമെന്ന് ജല അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തിങ്കളാഴ്ച രേഖാമൂലം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നു. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം അവസാനിപ്പിച്ചു. നഗരസഭയ്ക്ക് കീഴിലുള്ള ക്രിമിറ്റോറിയത്തിന് കേടുപാടുകൾ സംഭവിച്ച് 6 മാസം പിന്നിട്ടിട്ടും കേടുപാടുകൾ പരിഹരിക്കാൻ നഗരസഭാ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നാരോപിച്ചാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയത്. കോൺഗ്രസ് കൌൺസിലർമാരാണ് ആരോപണം ഉന്നയിച്ചത്. തുടർന്ന് BJP കൌൺസിലർമാരും പ്രതിഷേധം ഏറ്റെടുത്തു. സാങ്കേതികത്വമാണ് ക്രിമിറ്റോറിയത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ നീണ്ടുപോകുന്നതെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞതോടെ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. മറ്റത്തൂർ ഇറിഗേഷൻ കനാൽ ബണ്ടിലെ പാലത്തിനോട് ചേർന്ന് കരിങ്കൽ കെട്ട് ഇടിഞ്ഞത് പുനർനിർമ്മിക്കാൻ നടപടിയായില്ല. കനാലിൽ വെള്ളം തുറന്നുവിടുമ്പോൾ വീടുകളിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാൽ സമീപത്തെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ കടമ്പോട് ആനന്ദ കലാസമിതി വായനശാല റോഡ് അവസാനിക്കുന്ന ഭാഗത്തുള്ള പാലത്തിനോട് ചേർന്നാണ് കനാൽ ബണ്ട് ഇടിഞ്ഞിട്ടുള്ളത്. 2 വർഷം മുമ്പ് കനാൽ വൃത്തിയാക്കാനായി കൊണ്ടുവന്ന മണ്ണുമാന്തി യന്ത്രം ബണ്ടിലേക്ക് കയറ്റിയപ്പോഴാണ് പാലത്തിനോട് ചേർന്നുള്ള കരിങ്കൽ കെട്ട് ഇടിഞ്ഞത്. കനാലിൽ വെള്ളം നിറയുമ്പോൾ ബണ്ടിടിഞ്ഞ ഭാഗത്തുകൂടി കവിഞ്ഞൊഴുകുന്ന വെള്ളം സമീപത്തെ റോഡിനും വീടുകൾക്കും നാശം വരുത്തുന്നതായി സമീപവാസികൾ പരാതിപ്പെട്ടു. ഇത് JCB എല്ലാ വർഷവും കനാല് വെടുപ്പാക്കാൻ വരുമ്പോൾ ഇതിലെ ഈ പാലം കാരണം ഇങ്ങോട്ട് കയറ്റുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു പോയത്. ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ വർഷത്തിൽ 3-4 പ്രാവശ്യം മഴ പെയ്ത് വെള്ളം നിറയുമ്പോഴോ അല്ലെങ്കിൽ കനാലിൽ നിറച്ച് വെള്ളം വിടുമ്പോഴോ ഇവിടെ നിന്ന് മൊത്തം കവിയാണ് ഈ കെട്ടി പൊട്ടിയെടുത്ത് കൂടെ. അങ്ങനെ കവിഞ്ഞ് ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലേക്കും വെള്ളം ഒഴുകിയെത്തുകയാണ്. കിണറുകളൊക്കെ നിറഞ്ഞ് ചാണകക്കുഴിയൊക്കെ നിറഞ്ഞ് കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടാണ്. അധികൃതരോടൊക്കെ പല പ്രാവശ്യം പറയുകയും അവർ വന്ന് നോക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. ബണ്ട് തകർന്ന ഭാഗത്തുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം മൂലം കിണറുകൾ മലിനപ്പെടുന്നതായി വീട്ടമ്മമാർ പറഞ്ഞു. ബണ്ട് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് നിവേദനം നൽകിയിട്ട് മാസങ്ങളായി. അധികൃതർ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഫണ്ടില്ലെന്ന് പറഞ്ഞ് കൈമലർത്തുകയായിരുന്നു.
ഞങ്ങളെ വീട്ടിലേക്കാണ് വരുന്നത്. ഫ്രണ്ടിൽ കൂടിയും വരും, തെക്കേ ഭാഗത്തു കൂടിയും വരും. കിണർ നിറയും, ഈ വെള്ളം കൊണ്ട് ചാണക്കുഴി നിറയും, പോർച്ചൊക്കെ നിറയും. മിറ്റം 4 വശവും വെള്ളത്തിലാണ് ഞങ്ങൾ. ഇതിപ്പോൾ വെള്ളം ഞങ്ങൾ തിളപ്പിച്ചാണ് കുടിക്കുന്നത്. കനാലിൽ നിന്നുള്ള വെള്ളം റോഡിലൂടെ കുത്തിയൊഴുകുന്നത് റോഡിലെ ടാറിംഗ് ഇളകിപ്പോകാനും വീടുകളുടെ മതിലുകൾ തകരാനും കാരണമാകുന്നുണ്ട്. മഴ കനത്തു പെയ്ത് കനാൽ നിറഞ്ഞൊഴുകുമ്പോൾ ഈ ഭാഗത്തെ ബണ്ട് പൊട്ടുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. പിന്നെ ഈ ഭാഗത്തുള്ള എല്ലാവരുടെ കിണർ നിറയും, ചാണകുഴി നിറയും. അങ്ങനെ എല്ലാവരും മലിനജലമാണ് ഈ ഭാഗത്ത് എല്ലാവരും കുടിക്കുന്നത്. തന്നെയല്ല, റോഡിന്റെ ടാറിങ് പൊന്തി പൊളച്ച് അത് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് തന്നെങ്കിൽ ഈ പാലത്തിന്റെ കനാൽ സൈഡ് കെട്ടി ഈ വെള്ളത്തെ നിയന്ത്രിക്കണമെന്ന് പറയുന്നു. അടുത്ത മഴക്കാലത്തിന് മുമ്പായെങ്കിലും കനാൽ ബണ്ടിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകണമെന്നാണ് പ്രദേശത്തെ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. TCB ന്യൂസ്, കൊടകര. കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ ബെന്നി ബെഹനാൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ കമൽ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമ സ്പെഷ്യൽ ജൂറി അവാർഡ് ജേതാവ് CG പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. കൊടുങ്ങല്ലൂർ AEO P മൊയ്തീൻകുട്ടി, ഫാദർ ഷൈജൻ കളത്തിൽ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. പണ്ട് കാലങ്ങളിൽ ബുധനാഴ്ചയൊക്കെ ഒരു സാഹിത്യ സമാജം എന്നൊക്കെ പറഞ്ഞൊരു ഏർപ്പാടുണ്ടായിരുന്നു. സാഹിത്യ സമാജം ഒരുപക്ഷെ സ്കൂൾ കലോത്സവ വേദികളിൽ പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ അരങ്ങേറുന്നത് പോലെ എല്ലാ കലകളെയും സംയോജിപ്പിക്കുന്ന ഒരു വേദി മാറ്റുന്നു. ഉത്സവത്തിലെ പ്രതിഭകളെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കേരളത്തിനെ സംബന്ധിച്ചുള്ള കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇന്ന് എണ്ണിപ്പറയാവുന്ന പേരുകൾ എല്ലാം തന്നെ ഈ കലാമേളകളിൽ നിന്ന് വന്നവരാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കാഞ്ഞാണി പെരുമ്പുഴ തോടിലെ കരുവാലിച്ചണ്ടി വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നതായി കർഷകർ. പെരുമ്പുഴയിലൂടെ ഒഴുകിവരുന്ന കുളവാഴ, ചണ്ടി എന്നിവ നീക്കിയാലും അടിത്തട്ടിൽ നിന്നും ശക്തമായ വേരുകളോടെ കരുവാലിച്ചണ്ടി വളർന്ന് തോടിന്റെ മുകൾ പരപ്പിൽ നിറഞ്ഞുകിടക്കുകയാണ്. തോടിന്റെ അടിത്തട്ടിലെ ചേറിൽ കുഴഞ്ഞുകിടക്കുകയാണ് ഇതിന്റെ വള്ളികൾ. വർഷത്തിൽ ഒരു തവണ കുളവാഴച്ചണ്ടി മാറ്റുന്നതോടൊപ്പം കരുവാലിച്ചണ്ടിയും മാറ്റാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ഇവ പൂർണ്ണമായി മാറ്റാൻ ഇറിഗേഷന്റെ വകുപ്പിന്റെ കരാറുകാർക്കും സാധിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വാഴച്ചാൽ പൊകലപ്പാറയിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് ചെരിഞ്ഞതിനെ തുടർന്ന് ആനമല റോഡിൽ വാഹന ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പൊകലപ്പാറ ഇരുമ്പുപാലത്തിന് സമീപത്താണ് മലക്കപ്പാറയിൽ നിന്നും തേയില കയറ്റിവന്ന ലോറി റോഡരികിൽ ചരിഞ്ഞു നിന്നത്. ഇതേ തുടർന്ന് ബസ്സുകളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാനായില്ല. ഏകാദശി വിളക്കിന്റെ 2ാം ദിവസമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദേവസ്വമക ഉദയാസ്തമന പൂജയോടെ വിളക്ക് ആഘോഷിച്ചു. ഏകാദശി ദിവസം നടത്തിവരാറുള്ള ഉദയാസ്തമന പൂജ തുലാം മാസത്തിലെ ഏകാദശി ദിവസമായ ചൊവ്വാഴ്ച നടത്താൻ ദേവസ്വം ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടക്കുമ്പോൾ ഭക്തർക്ക് ദർശനത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാനാണ് ചടങ്ങിൽ മാറ്റം വരുത്തുവാൻ ഭരണസമിതി തീരുമാനിച്ചത്. വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മേളത്തോടെ ശീവേലി എഴുന്നള്ളിപ്പ്, രാത്രി വിശേഷാൽ ഇടയ്ക്കവാദ്യം, നാഗസ്വരം എന്നിവയോടെയുള്ള വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. വിളക്കാഘോഷത്തിന്റെ 3ാം ദിവസമായ ബുധനാഴ്ച ബംഗളൂരു ഗോപിനാഥിന്റെ വക വിളക്കാഘോഷിക്കും. ഋഗ്വേദ മന്ത്രാലാപന പരീക്ഷയായ കടവല്ലൂർ അന്യോന്യം വെള്ളിയാഴ്ച തുടങ്ങുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്യും. 23-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാത്രി 9-ന് കുചേലവൃത്തം കഥകളിയുണ്ടാകും. അന്യോന്യം നടക്കുന്ന 10 ദിവസവും ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, കേളി, ഋഗ്വേദാർച്ചന, മേളത്തോടെ ശീവേലി, പഞ്ചവാദ്യത്തോടെ എഴുന്നള്ളിപ്പ്, സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. വരന്തരപ്പിള്ളിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി റോഡ് തകർന്നു. വരന്തരപ്പിള്ളി കുന്നത്തുപാടം റോഡിലാണ് സംഭവം. തോട്ടുമുഖം പമ്പ് ഹൌസിൽ നിന്ന് വേപ്പൂർ കുന്നത്തുപാടം, പയ്യാക്കര എന്നിവിടങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയതോടെ പ്രദേശത്തേക്കുള്ള കുടിവെള്ള വിതരണം നിർത്തിവെച്ചു. ടാറിംഗ് അടർന്ന് വെള്ളം ശക്തിയായി പുറത്തേക്കൊഴുകി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇവിടെ പൈപ്പ് പൊട്ടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാലപ്പഴക്കമെന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും വാട്ടർ അതോറിറ്റി യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം.
പഴയ ട്രോഫികൾ വിദ്യാർത്ഥികൾ ഏറ്റുവാങ്ങാതായപ്പോൾ മാള വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിന് പുതിയവ കണ്ടെത്തി. എവറോളിംഗ് ട്രോഫികൾ 8 എണ്ണമാണ് പുതിയതായി വാങ്ങിയിട്ടുള്ളത്. വിവിധ സംഘടനകളും വ്യക്തികളുമാണ് പുതിയ ട്രോഫികൾ വാങ്ങി നൽകിയിട്ടുള്ളത്. പഴയ തകർന്ന ട്രോഫികൾ കഴിഞ്ഞ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ സ്വീകരിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് പുതിയ ട്രോഫികൾ ഏർപ്പെടുത്തിയത്. ക്യാൻസർ ബാധിതയായ വീട്ടമ്മ ചികിത്സാ സഹായം തേടുന്നു. വെള്ളറക്കാട് മണ്ണാങ്കുന്നിൽ താമസിക്കുന്ന 52 വയസ്സുള്ള ലക്ഷ്മിയാണ് ചികിത്സയ്ക്കായി ഉദാരമതികളുടെ സഹായം തേടുന്നത്. തിച്ചൂര് മുളയങ്കാവിന് സമീപമായിരുന്നു ലക്ഷ്മിയുടെ വീട്. അസുഖം ബാധിച്ച് ചികിത്സയിലായതിനാൽ ഇപ്പോൾ വെള്ളറക്കാട് മണ്ണാങ്കുന്നിലുള്ള മകൾ മോനിഷയോടൊപ്പമാണ് കഴിയുന്നത്. 1.5 വർഷം മുമ്പാണ് വൻകുടലിൽ ക്യാൻസർ ബാധിച്ചതായി കണ്ടെത്തിയത്. റേഡിയേഷനും കീമോയും ചെയ്താണ് ഇപ്പോൾ ചികിത്സ. ക്യാൻസർ വ്യാപിക്കാത്തതിനാൽ സർജറി ചെയ്താൽ സുഖപ്പെടുത്താൻ കഴിയുമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. ഇതിന് 2 ലക്ഷം രൂപയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. മലദ്വാര ക്യാൻസറാണ്. അപ്പോൾ സാമ്പത്തികം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഡെയിലി ഞങ്ങൾ റേഡിയേഷന് പോയി വരികയാണ്. 22 ദിവസത്തെ റേഡിയേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തതിന് ശേഷം ബാക്കി എന്താണെന്നാണ് പറയുന്നത്. റേഡിയേഷൻ്റെ അളവ് ചിലപ്പോൾ കൂടുന്നാണ് പറയുന്നത്. കീമോയുടെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് വീടില്ല. അമ്മ ഇപ്പം നിൽക്കുന്നത് എൻ്റെ വീട്ടിലാണ്. കല്യാണം കഴിച്ചു കൊടുക്കുന്ന വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളതിനെ സഹായിക്കണം. സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം എൻ്റെ അമ്മേനെ ഒന്ന് സഹായിക്കണം. നിർധന കുടുംബമായതിനാൽ മരുന്നിനും സർജറിക്കും പണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സന്മനസ്സുള്ളവർ മകളുടെ പേരിലുള്ള 8848873216 എന്ന നമ്പറിലോ ലക്ഷ്മിയുടെ പേരിലുള്ള അക്കൗണ്ടിലോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. കിഴുപ്പള്ളിക്കര ജുമാ മസ്ജിദ് പരിസരത്ത് നിർമ്മിച്ച മിനിമാസ്റ്റ് LED ലൈറ്റിംഗ് സിസ്റ്റം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OS അഷറഫ്, വാർഡ് മെമ്പർ ഷൈനി ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ രഹന പ്രജു, സിജോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ച ഏനമാക്കൽ നെഹ്റു പാർക്കിലെ വേസ്റ്റ് ബിന്നിൽ ഡയപ്പറുകൾ തള്ളുന്നു. കുട്ടികളുടെയും കിടപ്പ് രോഗികളുടെയും ഡയപ്പറുകളാണ് പാർക്കിന്റെ പ്രധാന ഗേറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ തള്ളുന്നത്. പാർക്കിലെത്തുന്നവരുടേതല്ല ഈ ഡയപ്പറുകൾ, മറിച്ച് മറ്റെവിടെയോ ഉപയോഗിച്ച ഡയപ്പറുകളാണ് മനഃപൂർവ്വം പാർക്കിന്റെ ചവറ്റുകൊട്ടയിൽ തള്ളുന്നതെന്ന് കെയർടേക്കർ രഞ്ജിനി അനിലൻ പറഞ്ഞു. പോയിട്ടില്ല, അതിന്റെ മുകളിൽ അമർത്തി വെച്ചേക്കാണ് ഉള്ളിലേക്ക് പോകാത്ത. അപ്പോൾ രാവിലെ ഇവിടെ എക്സസൈസിനായിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഗേറ്റ് തുറന്നിട്ടുണ്ട്. 7:30 ആകുമ്പോൾ ഇവിടുന്ന് സെക്യൂരിറ്റി പോയാൽ 9 മണിക്കാണ് പിന്നെ ക്ലീനിങ് സ്റ്റാഫ് വരുള്ളൂ. അത്രയും ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലാണ് ഇവരിങ്ങനത്തെ പണി ചെയ്യുന്നത്. ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ അതങ്ങനെ കാണുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇതിങ്ങനെ വീടുകളിൽ നിന്ന് കൊണ്ടുപോയിട്ടാന്ന് ഏതൊരാൾക്കും കണ്ടറിയാം. വലിയവരുടെ മാത്രമാണ്, ഒന്നിലധികം ഉണ്ട് താനും. പെട്ടെന്ന് കൊണ്ടുവന്ന് ഇടാൻ പോയിട്ട് ഗേറ്റിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഒരു ബിന്നാണിത്. അപ്പോൾ അതിൽ നിറച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാണും. മതിലകത്ത് നടക്കുന്ന കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവ വിജയികൾക്ക് സമ്മാനിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നത് 1600 വ്യക്തിഗത ട്രോഫികളും 200 റോളിംഗ് ട്രോഫികളും. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി ഉൾപ്പെടെയുള്ളവ മിനുക്കിയെടുത്ത് കലോത്സവ വേദിയായ മതിലകം സെന്റ് ജോസഫ് സ്കൂളിൽ പ്രദർശനത്തിന് വെച്ചു. കലോത്സവ ചരിത്രത്തോളം പഴക്കമുള്ള ട്രോഫികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട്. കേടുപാട് പറ്റിയവ അറ്റകുറ്റപ്പണി നടത്തിയും ഉപയോഗശൂന്യമായവയ്ക്ക് പകരം പുതിയത് സംഘടിപ്പിച്ചും ട്രോഫി കമ്മിറ്റി സമ്മാനദാന ചടങ്ങിന് ഒരുങ്ങിക്കഴിഞ്ഞു. മതിലകം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ഹരിലാൽ ചെയർമാനും പൌർണമി വിനോദ് കൺവീനറുമായുള്ള സംഘമാണ് ട്രോഫി കമ്മിറ്റിയെ നയിക്കുന്നത്. നവംബർ 11, 12, 13, 14 തീയതികളിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തിന്റെ ട്രോഫി കമ്മിറ്റിയിൽ നിന്നാണ് നമുക്ക് ഈ പ്രാവശ്യം 292 ഇനങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. അതില് എല്ലാ ഇനങ്ങളിലും തന്നെ വ്യക്തിഗത ട്രോഫികൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ വർഷങ്ങളായി കൈമാറി വന്ന 200ഓളം റോളിംഗ് ട്രോഫികളുണ്ട്. അതില് ചരിത്രമുറങ്ങുന്ന ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് ട്രോഫികളുണ്ട്.
അതൊക്കെ നമ്മളിവിടെ പവലിയനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നാട്ടിക SN കോളേജിലെ കരന്നൽ കൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കൊയ്ത്തുത്സവം നാട്ടിക ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ സുരേഷ് ഇയാനി ഉദ്ഘാടനം ചെയ്തു. നാട്ടിക കൃഷി ഓഫീസർ NV ശുഭ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PS ജയ, NSS കോർഡിനേറ്റർ ബബിത തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ ഉദ്ഘാടകൻ കൃഷിക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളെയും അധ്യാപകർ മറ്റ് NSS 5 ദിവസത്തെ ഒരു ഉപരിയായിട്ട് ഒരു ഏറെ സ്നേഹത്തോട് ടീച്ചറെ യോഗത്തിൽ സുരേഷ് യാനി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇഴഞ്ഞു നീങ്ങുന്ന അടിപ്പാത നിർമ്മാണം മൂലം വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കടകൾ അടച്ചിട്ടായിരുന്നു പ്രതിഷേധം. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് KT പിയൂസ്, മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മന്നലി, യൂണിറ്റ് സെക്രട്ടറി PL റെജി, സുധീർ പെരുമറത്ത്, റിജോ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സംരംഭക വർഷത്തിന്റെ ഭാഗമായി അരിമ്പൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CG സജീഷ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ KR ഗിരീഷ്, CDS ചെയർപേഴ്സൺ OA ജിജി, എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ശരൺ S നായർ തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ഫുട്ബോൾ മത്സരങ്ങൾ 14 മുതൽ 19 വരെ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 14-ന് രാവിലെ 9:30-ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, പാലക്കാട്, തൃശൂർ ജില്ലകളിലെ കോളേജുകളിൽ നിന്നായി 16 ടീമുകൾ പങ്കെടുക്കും. 19-ന് വൈകിട്ട് 3-ന് ഫൈനൽ മത്സരം നടക്കും. പ്രിൻസിപ്പൽ ഡോക്ടർ PS വിജോയ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പ് തലവൻ ഡോക്ടർ KS ഹരിദയാൽ, ക്യാപ്റ്റൻ രാജേഷ് മാധവൻ, KR മിഥുൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയ ഗോത്ര നൃത്ത കലകൾക്ക് വിധികർത്താക്കൾ ആദിവാസി മേഖലയിൽ നിന്നെത്തി. കിരുത്താഡസുമായി ബന്ധപ്പെട്ടാണ് ഉപജില്ലാ കലോത്സവത്തിന് വിധികർത്താക്കളെ കണ്ടെത്തിയത്. കാസർഗോഡ് അട്ടപ്പാടി മേഖലയിൽ നിന്നുള്ളവരാണ് വിധികർത്താക്കളായി മാള ഉപജില്ലയിലെത്തിയത്. ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം, മംഗലംകളി, പണിയ നൃത്തം എന്നീ ഇനങ്ങളിലാണ് മത്സരം നടന്നത്. തനത് വേഷവും ചമയങ്ങളും, പാട്ടിന്റെ താളത്തിന്റെ തനിമ, തനത് ചുവടുകൾ, തനിമയായ നൃത്താവതരണം, പാരമ്പര്യ വാദ്യോപകരണങ്ങൾ എന്നിവയാണ് മൂല്യനിർണ്ണയത്തിന് പരിഗണിച്ചത്. സാധാരണ വിധികർത്താക്കൾക്ക് നൽകുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമാണ് ഇവർക്കുള്ളത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖിനെ ET ടൈസൺ MLAയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് 400 മീറ്റർ ഓട്ട മത്സരത്തിൽ റെക്കോർഡോടെ സ്വർണവും 400 മീറ്റർ ഹഡിൽസിൽ സ്വർണവും നേടിയിരുന്നു. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മടത്തിപ്പറമ്പിൽ അഷ്റഫ് ജസീന ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് അഷ്ഫാഖ്. ET ടൈസൺ MLA വീട്ടിലെത്തി പൊന്നാടയും ഉപഹാരവും നൽകി അനുമോദിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയത്തങ്ങൾ, വാർഡ് മെമ്പർ സുജിത സലീഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. നല്ല സന്തോഷമുണ്ട്. താങ്ക്സ് ഉള്ള ദിലീപേട്ടനോട് ഇങ്ങനെ എന്നോട് വരെ എത്തിച്ചേരും, എന്നോട് വരെ ആക്കാനുള്ള കുറെ ഫുഡേനും. അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും മുൻവശത്തായുള്ള PWD റോഡിന്റെ ഭാഗം പൂർണ്ണമായും തകർന്നത് പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കി. മാസങ്ങളായി റോഡ് തകർന്നിടത്ത് വലിയ കുഴി രൂപപ്പെട്ടിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതോടെയാണ് അധികൃതർ ഇടപെട്ട് ടാറിംഗ് നടത്തിയത്. KSKTU അന്തിക്കാട് പഞ്ചായത്ത്
പ്രസിഡന്റുമായിരുന്ന VS ശിവിന്റെ 5ാം ചരമവാർഷികം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. അന്തിക്കാട് സെന്ററിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പതാക ഉയർത്തലും അനുസ്മരണ സമ്മേളനവും നടത്തി. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം VA ദിവാകരൻ അധ്യക്ഷനായി. KV രാജേഷ്, KR രബീഷ്, VK പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7065 രൂപ, പവന് 56,520 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3356 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചേലക്കരയിലെ വോട്ടർമാർ ബുധനാഴ്ച പോളിംഗ് ബൂത്തിലേക്ക്. സുരക്ഷയ്ക്കായി 600ഓളം പോലീസുകാരെ വിന്യസിച്ചു. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ. ചെറുതുരുത്തിയിൽ കുളപ്പുള്ളി സ്വദേശി CC ജയന്റെ കാറിൽ നിന്ന് 19 ലക്ഷത്തിലധികം രൂപ തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പിടിച്ചെടുത്തു. ജയന്റെ ഷൊർണൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ലക്ഷം രൂപ കണ്ടെടുത്തു. പിടിച്ചെടുത്ത കള്ളപ്പണം ചേലക്കര തെരഞ്ഞെടുപ്പിൽ വിതരണം ചെയ്യാൻ കൊണ്ടുവന്നതെന്ന് അനിലക്കര. വിലക്ക് ലംഘിച്ച് ചേലക്കരയിൽ വാർത്താ സമ്മേളനം നടത്തി PV അൻവർ MLA. പണവും മദ്യവും നൽകി ചേലക്കരയിൽ വോട്ടർമാരെ സ്വാധീനിക്കുകയാണെന്ന ആരോപണം. അൻവറിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി. കുന്നംകുളത്ത് ജ്വല്ലറിയിൽ നിന്ന് 8 പവൻ സ്വർണം കവർന്നു. ഇതര സംസ്ഥാനക്കാരായ 2 പേർ സ്വർണം കവരുന്നതിന്റെ CCTV ക്യാമറ ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ദേശീയപാത എടമുട്ടത്ത് സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. മലപ്പുറം സ്വദേശി ശരൺ കൃഷ്ണയാണ് മരിച്ചത്. ചാലിശ്ശേരി കവുക്കോട് ബസ് മതിലിലിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. അരിമ്പൂരിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയെ ഡമ്മി നോട്ട് കൊടുത്ത് ടിക്കറ്റും പണവും കവർന്നു. നാലങ്കല്ല് സ്വദേശിനി കാർത്തേനിയാണ് തട്ടിപ്പിനിരയായത്. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി മനുഷ്യാവകാശ കമ്മീഷൻ. കല്ലൂരിൽ അലങ്കാര പൈനാപ്പിൾ കൃഷി കാട്ടുപന്നികൾ നശിപ്പിച്ചു. യുവ കർഷകന് 10 ലക്ഷം രൂപയുടെ നഷ്ടം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.